ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആന്തൂറിയം ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബോണ്ട് പേപ്പർ, കത്രിക, പിന്നെ കുറച്ച് ബഡ്സ് വേണം, പിന്നെ കളർ വേണം. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബോണ്ട് പേപ്പർ എടുത്തതിന് ഒരു ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. റെഡും പച്ചയും കളർ മാത്രം മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വൈറ്റ് ബോണ്ട് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ നടുക്കൂന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇലയും വേണം, അതിൻ്റെ ഒരു പൂവും വേണം. പിന്നെ അതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഇലയോ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് എന്തെങ്കിലും പിക്ക് നോക്കിയിട്ട് ആ ഒരു സെയിം സൈസിലുള്ള ഇല നോക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുക. അത് ഇച്ചിരി പണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇലയും ഫ്ലവറും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് ഫ്ലവർ ആക്കാനുള്ള ഇല ഞാൻ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ വര വരും. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇല 5 എണ്ണവും ഞാൻ ഫ്ലവർ 5 എണ്ണവും തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ വാട്ടർ കളർ ഉപയോഗിച്ച് റെഡ് കളർ കൊടുക്കണം. ആ വരയിട്ടതിനൊക്കെ നമുക്ക് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ വാട്ടർ കളർ ഉപയോഗിച്ച് കൊടുത്തപ്പോൾ അത്ര കളർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എൻ്റെ ഓർത്തത് എൻ്റെ ഫാബ്രിക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെഡ് കളർ ഞാൻ കൊടുക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കുകയാണ്, ഞാനത് ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ റെഡ് കളർ അതിന് കൊടുക്കണം. പിന്നെ ഗ്രീൻ കളറ്, ഡാർക്ക് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാട്ടർ കളർ തന്നെയാണ് എടുത്തത്, ഗ്രീൻ കളറ്. അങ്ങനെ നമുക്കത് ഉണങ്ങി കിട്ടണം. പിന്നെ ഞാനിവിടെ 5 ബഡ്സ് എടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളൂ, ഞാനത് എടുക്കാൻ മറന്നുപോയി. 5 ബഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ ബഡ്സിൻ്റെ സ്റ്റിക്ക് ഏകദേശം മഞ്ഞ കളറായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പഞ്ഞുള്ള സ്ഥലത്ത് ഞാൻ മഞ്ഞ കളറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 എണ്ണം നമുക്ക് ആക്കി എടുക്കണം. ഫ്ലവേഴ്സിൻ്റെ എണ്ണം 6 എണ്ണമാണെങ്കിൽ 6 ബഡ്സ് അതുപോലെ എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഞാനത് പല സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബഡ്സ്. അപ്പോൾ ഇലയൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് വേണം. അപ്പോൾ അതിനായിട്ട് എനിക്ക് കൊറിയർ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ബോണ്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതുപോലെ നീല കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് ആയിരിക്കും ഒന്നും നല്ലത്, ഇഷ്ടമുള്ള കളർ അടിക്കുക കേട്ടോ. അങ്ങനെ അതും അടിച്ച് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ടാക്കിയ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫ്ലവേഴ്സ് സ്റ്റിക്കായിട്ട് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ പശയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ ഇലയുടെ പുറകിലായിട്ട് ഇതുപോലെ പശ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തെടുക്കണം. ഫ്ലവർ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഫ്ലവർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു മഞ്ഞ ബഡ്സും കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ പല രീതിയിൽ പല നീളത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ചില സ്റ്റിക്കിന് നീളം കൂടുതൽ, ചിലതിന് നീളം കുറവ്. അങ്ങനെ ആകുമ്പോഴാണ് ഇച്ചിരി ഭംഗി കൂടുന്നത്. എല്ലാം ഒരേ നീളത്തിലാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ പല നീളത്തിലെടുത്തു. അങ്ങനെ എല്ലാം ഇതുപോലെ ഒട്ടിച്ച് ആ ഒരു ബോക്സിലോട്ട് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.